ആക്കാൻ ഒരു സ്ട്രെസ് കൊടുക്കാണ്ടായി കാരണം എന്താ? നിന്റെ നോട്ടം അത് അങ്ങനെ അത് ആക്ച്വലി നമ്മളൊരു കാരണം അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. ആ 4 വരിയില് ആ ഒരു വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ആ മൂളലിന് ഒരു പോസ് ഇട്ടിട്ട് വീണ്ടും അത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും ട്യൂണുകൾ ഇങ്ങനെ വണ്ടി എല്ലാവരും ചെയ്യുന്നതായിരിക്കുള്ളൂ. അത് പോകുമ്പോൾ ജസ്റ്റ് റെക്കോർഡർ എൻ്റെ ഹോം പേജിൽ തന്നെ റെക്കോർഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ എന്തെങ്കിലും വേറെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എനിക്ക് എന്തെങ്കിലും വരും. അപ്പോൾ ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് മൂളി വെക്കും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ലിറിക്സ് ആദ്യം തന്നെ കിട്ടി. അപ്പോൾ ഈ വരികളുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വേറെയും ഇതാദ്യം തന്നെ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒറ്റയടിക്ക്. അപ്പോൾ ഞാൻ ഡയറക്ടറോടും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അതൊരു ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു സുഖക്കുറവൊക്കെ വരും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് റോ ആണ്. പക്ഷെ അത് അതിൻ്റെ ഒരു റോനെസ് കൂടിപ്പോയി അലമ്പാവുന്നൊരു പേടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, വേറൊരു പാട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെയും 2-3 പാട്ടുകൾ ഞാൻ ചെയ്തു. എന്നിട്ട് കൂട്ടത്തിൽ ഞാൻ ഇതും ട്യൂൺ ചെയ്ത് വെച്ചു. അങ്ങനെയാണ് അത് കേൾപ്പിച്ചത്. അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. ഞാൻ ചെയ്യണ പാട്ട് പിന്നെ ഒന്നുകൂടി കേൾക്കും, വൈഫിനെ കേൾപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർ മിക്കവാറും അല്ല ഇത് നമ്മൾ മറ്റേ പാട്ട് പോലെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ പെട്ടു, അങ്ങനെ ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വരി ഓരോ 2 വരി കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയടി മനസ്സിൽ വരുന്ന ട്യൂൺ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ മനഃപൂർവ്വം മാറ്റി വളയ്ക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കി അത് എന്ത് സംഭവിച്ചപ്പോഴാണെന്നറിയില്ല, അതങ്ങനെ എന്തോ ഒരു മൂളി. പിന്നെ ഇങ്ങനെ ആസ്വദിച്ചൊരു നോട്ടത്തിന്റെ കാര്യമൊക്കെ ആലോചിച്ച് അങ്ങനെ ചെയ്തപ്പോ എന്തൊക്കെയോ അല്ല മറ്റേ അജാതി നോട്ടത്തിന് കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം ദൈവമേ 2015. ആരാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കണത് ലൈഫില്? ജിജിബാൽ ചേട്ടൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ബാക്കി പേഴ്സണൽ ലൈഫിലും എല്ലാം. തീർച്ചയായിട്ടും. അത് ബിലിച്ചേട്ടൻ ഇപ്പൊ ചോദിച്ചാൽ ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കുറെ കഴിഞ്ഞിട്ടും അതേ തെറ്റിനെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ എന്നോടൊക്കെ പറയും ഇത്രയധികം പറഞ്ഞിട്ടും വീണ്ടും അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണ ഒരാൾ ഞാൻ മാത്രമേ. ഇപ്പൊ ബിലിച്ചേട്ടൻ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ കടയിലൊക്കെ പോയ ഒരു പ്ലാസ്റ്റിക് ബാഗ് എന്ന് ചിലപ്പോൾ അവരെ വഴക്കൊക്കെ പറയും, നിങ്ങൾക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കവറുകൾ കൊടുത്തുകൂടെ, ഇങ്ങനെയൊക്കെ ചോദിച്ച് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കവർ വാങ്ങണ്ടാത്ത കാര്യത്തിന് ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂടൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇവനെ നന്നാവില്ല എന്നുള്ള രീതിയിലിടയ്ക്ക് കമൻസ് ഒക്കെ ഇട്ടാറുണ്ട്. അതുകൊണ്ട് അത് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യലി നമുക്കുള്ള കമ്മിറ്റ്മെന്റ് കൂടി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. തീർച്ചയായിട്ടും. അതെ. അതുപോലെ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിൻ്റെ നമ്മൾ വിചാരിക്കാത്ത വേറെ തലത്തിലായിരിക്കും ബിജിച്ചേട്ടൻ അതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിലൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ വേറൊരു ഫിലോസഫി അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.